കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. നാളെ മുതൽ തലസ്ഥാനത്ത് കലയുടെ ഒരു മേളം തന്നെയായിരിക്കും. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ ഒന്നാം വേദിയായ MT നിലയിൽ ആ പരിപാടി ആരംഭിക്കും. ഏറ്റവും അവസാനത്തെ പരിപാടി നടക്കുന്നതും സമാപന സമ്മേളനം അതും ഈ MT നിലയിൽ തന്നെയാണ്. എന്തായാലും നാളെ മുതൽ, അതായത് 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ തലസ്ഥാനത്ത് ഒരു കലയുടെ മേളം തന്നെയായിരിക്കും അരങ്ങേറാൻ പോകുന്നെന്ന കാര്യത്തിൽ സംശയമില്ല. കലവറക ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന പഴയിടം അദ്ദേഹത്തിൻ്റെ മധുരം നിറഞ്ഞ പായസവും ഒപ്പം തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികളൊക്കെ കഴിക്കാൻ കഴിയും. ഇന്ന് രാവിലെ അതിൻ്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു. അതിനുശേഷം രജിസ്ട്രേഷൻ പരിപാടികൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ടീമുകളൊക്കെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞു. കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ടീമുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അനന്യ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനന്യ, 1-ാം തീയതി നാളെ മുതൽ ആരംഭിക്കുന്ന പരിപാടി എന്തൊക്കെയാണ് പ്രധാന പരിപാടികൾ വേദികളിൽ? ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ സെൻട്രൽ സ്റ്റേഡിയമായിട്ടുള്ള MT നിളയിൽ ആദ്യം നടക്കുന്നത് 11:30 അത് മോഹിനിയാട്ടമാണ് HS വിഭാഗത്തിൻ്റെ. അതിനുശേഷം 3 മണിയോടുകൂടെ ആയിരിക്കും സംഘനൃത്തം ഇവിടെ നടക്കുക. അതിനുശേഷമുള്ള 2-ാം വേദിയാണ് പെരിയാർ എന്ന് പറയുന്ന ഗവൺമെൻറ് വിമൻസ് കോളേജ് എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും 11 മണിയോടുകൂടി HSS വിഭാഗത്തിൻ്റെ ഭരതനാട്യവും 3 മണിക്ക് ഒപ്പനയുമാണ്. ഗ്ലാമർ മത്സരമായിട്ടുള്ള ഒപ്പന കൂടിയാണ് 2-ാമത്തെ വേദിയിൽ നടക്കുന്നത്. ഒപ്പന കാണാൻ എല്ലാ തവണ വലിയ രീതിയിൽ ജനക്കൂട്ടെത്താറുണ്ട്. ഇത്തവണ പെരിയാറിൽ ഉച്ചയ്ക്ക് ശേഷം വലിയ ആൾക്കാർ എത്തും തോന്നുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. കാര്യം ഒപ്പന എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാമർ മത്സരം ഇനത്തിൽ വരുന്ന ഒരു കാര്യം മാത്രമല്ല, അതിൽ നിരവധി കുട്ടികൾ അതുപോലെ അവരുടെ രക്ഷകർത്താക്കൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മത്സരം കൂടിയാണ് സ്ഥിതിക്ക് സംഘനൃത്തം അതുപോലെ തന്നെ ഒപ്പന രണ്ടിനും കൂടി ഒരു ഓട്ടമായിരിക്കും. എന്തായാലും 2 വേദികളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു തിക്കും തിരക്കും എന്തായാലും നാളെ നമുക്കത് കാണാൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. 3-ാമത്തെ വേദിയാണ് പമ്പയാറ്. അവിടെ ടാഗോർ തിയേറ്ററിലാണ് 3-ാമത്തെ വേദി. അവിടെ 11 മണിയോടുകൂടി കുച്ചിപ്പുടിയും അതിനുശേഷം മാർഗം കളിയാണ് 3 മണിക്ക്. അപ്പം നമുക്കറിയാം, ഒരു സ്റ്റേജ് തന്നെ ഇളക്കി മറിക്കുന്ന മാർഗം കളി അത് നമുക്ക് 3 മണിയോടുകൂടി 3-ാമത്തെ വേദിയിൽ കാണാം. 4-ാമത്തെ വേദിയിൽ അച്ഛൻ കോവിലായറാണ്. അത് അവിടെ പ്രധാനമായിട്ടും 11 മണിക്ക് സംഘനൃത്ത നാടകവും പിന്നീട് 2 മണിക്ക് ഭരതനാട്യമാണ്. സിംഗിൾ വിഭാഗത്തിൽ, ഇൻഡിവിജ്വൽ വിഭാഗത്തിൽ വരുന്ന ഭരതനാട്യം കൂടിയാണുള്ളത്. അപ്പം അതിനും നിരവധി ആളുകൾ ഉണ്ടാവും. എന്നാലും സിംഗിൾ കൂടി ആയതുകൊണ്ട് തന്നെ അത്ര ഒരു തിരക്ക് പ്രതീക്ഷിക്കേണ്ട. 2 മണിയോടുകൂടി ആകുമ്പം ഒരാൾ വന്ന് കളിക്കുന്നത് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അതിനുശേഷം 5-ാമത്തെ വേദിയിലേക്ക് പോവുകയാണെങ്കിൽ കരമനയാറ്, അതായത് ഗവൺമെൻറ് HSS മണക്കാടിലാണുള്ളത്. അത് 11 മണിക്ക് അവിടെ സ്കിറ്റാണ്. സ്കിറ്റിന് ഒത്തിരി അധികം പേരുണ്ട്. കുറേ മാസത്തെ പ്രാക്ടീസ് വേണം. ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പം ഇംഗ്ലീഷ് സ്കിറ്റാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് സ്കിറ്റ് തന്നെയാണ് 11 മണിക്ക് നടക്കുന്നത്. അത് പ്രധാനമായിട്ടും ഇപ്പം മലയാളം സംസാരിക്കുന്നവർ കാണും. ഇംഗ്ലീഷ് നമ്മൾ അത്രത്തോളം വാചാലമായിട്ട് എന്നും യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നല്ലൊരു പരിശ്രമം, നല്ലൊരു പ്രാക്ടീസ് വേണ്ട ഒരു പരിപാടി കൂടിയായിരുന്നു. 3 മണിക്ക് ശേഷം അതിന് ശേഷമാണ് പൂരക്കളി വരുന്നത്. എന്ത് പൂരമാണ് എന്നുള്ളത് 3 മണിക്ക് തീർച്ചയായിട്ടും 5-ാമത്തെ വേദിയിൽ കാണാൻ കഴിയും. അങ്ങനെ 25 വേദികളിലാണ് ഈ കലോത്സവത്തിൻ്റെ പരിപാടികൾ നടക്കുന്നത്. നാളെ 24 വേദികളാണ് മത്സരമുള്ളത്. തുറന്നുള്ള ദിവസങ്ങളാണ് 25-ാം വേദിയിലേക്ക് മത്സരങ്ങൾ മുന്നോട്ട് പോകുക. അതായത് MT നിള മുതൽ അങ്ങ് ഓരോ പുഴയുടെയും ഓരോ സ്റ്റേജിനും ഓരോ പുഴയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. കല്ലായി പുഴ വരെ, അതായത് കോഴിക്കോട്ടെ കല്ലായി പുഴ വരെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ സ്റ്റേജിൻ്റെ പേരിടുന്ന ഈ പേര് നമ്മൾ പരിശോധിക്കുമ്പോൾ. എന്തായാലും പ്രധാന വേദിയായ ഈ MT നിളയിൽ, സെൻട്രൽ സ്റ്റേഡിയത്തിലെ MT നിളയിൽ അതിന് ഉദ്ഘാടന ചടങ്ങും അതോടൊപ്പം തന്നെ മറ്റു പരിപാടികൾക്കുമുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. നമുക്കറിയാം, ഈ സ്റ്റേജ് തന്നെ കാണാം, വലിയ നീളത്തിലുണ്ട്. 10,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സജ്ജീകരണത്തിലാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു അറ്റം മുതൽ അവിടെ ഒരറ്റത്ത് നിന്നാൽ മറ്ററ്റം വരെ നമുക്ക് കൃത്യമായി കാണാം. ഈ നോക്കേണ്ടത് തൂണുകളില്ല എന്നുള്ളതാണ്. സാധാരണ മിക്ക സ്റ്റേഡിയത്തിലും അല്ലെങ്കിൽ സ്റ്റേജുകളിലും തൂണൊരു തടസ്സമാവുന്നുണ്ട്. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും അതില്ല. അതുകൊണ്ട് തന്നെ പിറകെ ഇരിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അത് കാണാൻ കഴിയും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഒപ്പം തന്നെ ഈ ജർമ്മൻ ടെക്നോളജിയാണ് ഈ പന്തൽ നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേകത. തീ പിടിക്കില്ല, ഒപ്പം തന്നെ ചൂട് കുറവായിരിക്കും. പിന്നെ ഫാനുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയ രീതിയിൽ കലോത്സവം മനോഹരമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ഒരു കൊടി ഏറുന്നതിൻ്റെ സമയം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം 2 മണിയോട് കൂടിയാണ് ഏകദേശം കോഴിക്കോട് ടീം എത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? കോഴിക്കോട് എത്തി അവർക്കിപ്പം സ്വീകരണം നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കലോത്സവം അതിഗംഭീരമാകാൻ പോവുകയാണ്. ഇനിയുള്ള 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ തലസ്ഥാനത്ത് കലയുടെ ഒരു മഹാമാമാങ്കം തന്നെ അരങ്ങേറാൻ പോകുന്നതെന്ന് നമുക്ക് പറയാം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.